Hello dear students, welcome back to X and Y Universal JEE. I am MP, Fawaz MP from Universal Institute Kottakkal. ഇത്തവണത്തെ 2025 ജനുവരി JEE മെയിൻ സെഷൻ 1 നടന്ന ഓരോരോ ചാപ്റ്റർ എന്നുള്ള ഫിസിക്സിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ JEE മെയിൻസിനായാലും നീറ്റിനായാലും സാധാരണ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പറയുന്ന ഒരു സിംഗിൾ ചാപ്റ്റർ ഫിസിക്സിലുണ്ടെങ്കിൽ അത് കറണ്ട് ഇലക്ട്രിസിറ്റി ആണ്. ഇപ്പോൾ നീറ്റിനാണെങ്കിൽ 4 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാറുണ്ട്. JEE മെയിൻസിൽ 2 ക്വസ്റ്റ്യൻസ്, 1-2 ക്വസ്റ്റ്യൻസ് എല്ലാ ഷിഫ്റ്റിലും ചോദിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ക്വസ്റ്റ്യൻസിന്റെ എണ്ണത്തിൽ വന്ന കുറവ്, അതായത് 30 ക്വസ്റ്റ്യൻസ് എന്നുള്ള 25ലേക്ക് ചുരുങ്ങിയതുകൊണ്ട് JEE മെയിൻസിൽ ഫസ്റ്റ് സെഷനിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിന് മൊത്തം 10 ഷിഫ്റ്റുകളിലായിട്ട് 11 ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഓൺ ആൻ ആവറേജ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കറണ്ട് ഇലക്ട്രിസിറ്റിന്റെ വെയിറ്റേജിലും കുറവ് വന്നിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഷിഫ്റ്റുകളിൽ ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റ് പല ഷിഫ്റ്റുകളിലും JEE മെയിൻസിന് ജനുവരിയിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അപ്പോൾ വൺസ് അഗെയിൻ ഞാൻ വീണ്ടും പറയുന്ന കാര്യം, ചാപ്റ്റർ വൈസ് വെയിറ്റേജ് എന്ന് പറയുന്ന ആ ഒരു ഐഡിയ ഇതോടെ ഇല്ലാതാവുക എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ നമുക്ക് ഏതായാലും ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. 22 ജനുവരി ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് statement 1, statement 2 here. Okay. Now first statement, the equivalent EMF of two non-ideal batteries connected in parallel is smaller than either of the two EMFs. Non-ideal ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള ബാറ്ററികൾ, non-ideal batteries എന്ന് പറഞ്ഞാൽ EMFും ഇന്റേണൽ റെസിസ്റ്റൻസും ഉള്ളതിന്റെ the equivalent EMF connected in parallel is smaller than either of the two EMFs എന്ന് പറയുന്നത് ഓൾവേസ് ട്രൂ അല്ല. കാരണം രണ്ട് ഐഡന്റിക്കൽ സെല്ലുകളാണെങ്കിൽ എഫക്റ്റീവ് EMF എന്ന് പറയുന്നത് ലെസ് ദാൻ എയ്തർ ഓഫ് ദം എന്ന് പറയാൻ പറ്റില്ല. എന്നാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് R/2 ആവും. കാരണം R1 R2 by R1 plus R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ലെസ് ദാൻ R1 ആൻഡ് R2, ഏത് രണ്ടിനേക്കാളും ചെറുതായിരിക്കും. സോ EMF ചെറുതാകും എന്ന്, അതായത് ഇറ്റ്സ് സ്മോളർ ദാൻ എയ്തർ ഓഫ് ദ ടു EMFs എന്ന് പറയുന്നത് തെറ്റാണ്. ഇറ്റ് ക്യാൻ ബി സ്മോളർ ദാൻ എയ്തർ ഓഫ് ദ ടു EMFs, ബട്ട് ഇറ്റ് ക്യാൻ ബി ഐദർ ഈക്വൽ ടു ദ എയ്തർ ഓഫ് ദ EMFs. അങ്ങനെ ഐഡന്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഈക്വലും ആകാവുന്നതാണ്. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് പറയാൻ പറ്റില്ല. The equivalent internal resistance of two non-ideal batteries connected in parallel is smaller than the internal resistance of the either of the two batteries. That is correct. Internal resistance in the case that okay ആണ്. Okay. So statement 1 is wrong. Statement 2 is correct. So statement 1 is false. Statement 2 is true. The right answer is option 2. അടുത്ത ക്വസ്റ്റ്യൻ 22 ജനുവരി ഷിഫ്റ്റ് 1 തന്നെയാണ്. സോ ഈ ഷിഫ്റ്റിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബാറ്ററി ഉണ്ട്, സർക്യൂട്ട്, അതിൽ റെസിസ്റ്റർ ദിസ് ഈസ് 1 ohm. ഓക്കെ, RP എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. which is 1 ohm. this is RE 2 ohm. this is 0.9 volt. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് വരാം. സ്ലൈഡിംഗ് കോണ്ടാക്ട് ഓഫ് എ പൊട്ടൻഷ്യോമീറ്റർ, ഇവിടുത്തെ ഈ പോയിന്റ് സ്ലൈഡ് ചെയ്യുന്ന സാധനമാണ്, ഈസ് ഇൻ ദ മിഡിൽ ഓഫ് ദ പൊട്ടൻഷ്യോമീറ്റർ വയർ ഹാവിംഗ് റെസിസ്റ്റൻസ് 1 ohm. അപ്പോൾ ഇതിന്റെ കറക്റ്റ് മിഡിലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ സൈഡ്, രണ്ട് സൈഡുകൾ പകുതിയാണെന്ന് വെച്ചാൽ 0.5ഉം 0.5ഉം ആണ്. ഓക്കെ, an external resistance of 2 ohm is connected via sliding contact. the electric current in the circuit is. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് കണ്ടുപിടിച്ചാൽ മതി. അതായത് ഈ കാണുന്ന ഇത് രണ്ടും parallel, like 2 into 0.5 divided by 2 plus 0.5, which is 1 by 2.5, which is 0.4, and R effective is equal to 0.4 plus series ആയിട്ട് ആ ബാക്കി 0.5 ഉണ്ടാവും, which is 0.9 ohm. so I is equal to V by R effective കൊടുത്താൽ 0.9 by 0.9, which is 1 ampere. So the correct answer is option 4, 1 ampere. Easy question ആണ്. പൊട്ടൻഷ്യോമീറ്റർ ചോദിച്ചു എന്നൊക്കെ ചില പിള്ളേർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ആ സംഭവം എങ്കിൽ ഇത് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്ന ആ ഒരു പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞ ആക്ച്വൽ ഡിവൈസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ഇറ്റ്സ് ജസ്റ്റ് ഒരു കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. അതിൽ ജസ്റ്റ് ഒരു സ്ലൈഡിംഗ് കോണ്ടാക്ട് ഒരു റെസിസ്റ്ററിൽ വെച്ചിട്ടുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 22 ജനുവരി ഷിഫ്റ്റ് 1. ഓക്കെ, 22 ജനുവരി ഷിഫ്റ്റ് 1 തന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ ആ ഷിഫ്റ്റിൽ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ്
resistivity rho versus temperature T curves most suitable to be used in a wire bound standard resistors എന്ന് വെച്ചാൽ റിയോസ്റ്റാറ്റ് പോലെയുള്ള വയർ ചുറ്റി ഉണ്ടാക്കുന്ന സ്റ്റാൻഡേർഡ് റെസിസ്റ്റേഴ്സ് മീൻസ് നമ്മൾ എക്സ്പെരിമെന്റൽ സെറ്റപ്പുകളൊക്കെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സ് ആയിട്ട് അതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി വേഴ്സസ് ടെമ്പറേച്ചർ ഗ്രാഫ് അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിൽ മെറ്റൽ അലോയ്സ് ആണ് ചില പ്രത്യേക മെറ്റൽ അലോയ്സ് എക്സാമ്പിൾ നിക്രോം കോൺസ്റ്റന്റൻ മാംഗനിൻ എങ്ങനെയുള്ള മെറ്റൽ അലോയ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് അതിൽ റെസിസ്റ്റിവിറ്റി വീക്ക്ലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇത് ആക്ച്വലി സെമി കണ്ടക്ടറിനുള്ളതാണ് ഇത് ഏതിനുള്ളതാണെന്ന് എനിക്ക് അറിയില്ല ഇതാണ് സാധാരണ നമ്മൾ മെറ്റൽസിൽ പറയാറുള്ളത് വീക്ക് ഡിപ്പെൻഡ്സ് എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻക്രീസ് ഉണ്ട് ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ദാറ്റ് മീൻസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ okay moving on to the next one the net current flowing in the given circuit is blank ampere ഒരു വലിയ നെറ്റ്വർക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ബാറ്ററികൾ എവിടെയൊക്കെ എന്ത് നോക്കുക ഒരു 2 വോൾട്ട് ബാറ്ററി ഇവിടെ ഉണ്ട് റെസിസ്റ്റർ എല്ലാം റെസിസ്റ്റർ ആണ് ഇതൊരു കപ്പാസിറ്റർ ആണ് നൗ ഇതിൽ ട്രാൻസിയന്റ് കറണ്ടിന്റെ വിഷയമൊന്നും പറയുന്നത് കപ്പാസിറ്റർ ചാർജിങ് ഓർ ഡിസ്ചാർജിങ്ങിന്റെ സിറ്റുവേഷൻ ആണെന്ന് പറയാത്തതുകൊണ്ട് യു ക്യാൻ കൺസിഡർ ഇറ്റ് ആസ് എ സ്റ്റഡി സ്റ്റേറ്റ് അങ്ങനെ സ്റ്റഡി സ്റ്റേറ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല സോ ദർ ഇസ് നോ കണക്ഷൻ ഹിയർ ഇവിടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് 0 ആണ് കപ്പാസിറ്റർ മേ ബി ചാർജ് ഒക്കെ ആയിട്ടുണ്ടാവും പക്ഷെ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ് ഇസ് 0 അങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കണേ ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഇവിടെ നിന്ന് വരുന്ന കറണ്ട് ഇങ്ങോട്ട് പോകും ഇങ്ങനെ വരും ഇത് ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ടാവും ഇങ്ങോട്ടുണ്ടാവും ഓക്കെ നൗ ഈ ഡയറക്ഷനിൽ നോക്കിയേ ഇങ്ങോട്ട് കറണ്ട് ഇല്ല I0 ആണ് ഇവിടെ വരുന്ന കറണ്ട് എന്ത് ചെയ്യും ഇവിടെ വരുന്ന കറണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ വന്ന് ഇതിൽ കൂടെ വന്ന് തിരിച്ച് ഈ ഒരു പോയിന്റ് മാത്രമല്ലേ ഇവർ തമ്മിലുള്ളൂ ഈ കാണുന്ന എൻറ്റയർ ബ്ലോക്ക് ഈ ബ്ലോക്ക് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യില്ലല്ലോ അപ്പൊ ഈ ഒരു പോയിന്റ് മാത്രം ആയതുകൊണ്ട് ഇവിടുന്ന് പോകുന്ന കറണ്ട് ഇനിയിപ്പോൾ അങ്ങനെ പോയി റൗണ്ട് അടിച്ച് വന്നാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും എന്ന് വെച്ചാൽ ഈ പോണ കറണ്ടോ ഇങ്ങോട്ട് വരുന്ന കറണ്ടോ സെയിം ആയിരിക്കും ഓക്കെ ദാറ്റ് മീൻസ് ഇത്രയും ഭാഗം സോറി ആ 6 ഇല്ല ഇത്രയും ഭാഗം ആക്ച്വലി സർക്യൂട്ടിൽ ഇല്ല ഓക്കെ വേണമെങ്കിൽ ഐ ഡ്രോ ഇറ്റ് ഫോർ യു ഒരു സെല്ല് കണക്റ്റഡ് ആണ് ഇവിടെ കണക്ഷൻ ഉണ്ട് സോറി അവിടെ ഇവിടുന്ന് ഇങ്ങോട്ട് റെസിസ്റ്റർ ഇവിടെയാണ് നമ്മൾ കണക്ഷൻ ബ്രേക്ക് ചെയ്ത് ഇവിടെ കണക്ഷൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്തുണ്ട് എന്നുള്ളത് പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഇവിടെ റെസിസ്റ്റർ ഉണ്ട് ഇവിടെ എന്തുണ്ട് എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാരണം അവിടെ കപ്പാസിറ്റർ സ്റ്റഡി സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് കറണ്ട് ഫ്ലോ ഇല്ല കാരണം ഇവിടുന്ന് എന്ത് തന്നെ പോയി കഴിഞ്ഞാൽ അത് റൗണ്ട് അടിച്ച് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം അപ്പൊ ഈ വരുന്ന കറണ്ടും ഇങ്ങോട്ട് പോകുന്ന കറണ്ടും സെയിം ആയിരിക്കും ഓക്കെ സോ മാത്രമല്ല ഇതിലും കറണ്ട് നോക്കണ്ട അപ്പൊ പിന്നെ ബാക്കി എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 3 2 and 4 ദാറ്റ് മീൻസ് ഈ കാണുന്ന രണ്ടെണ്ണം പാരലൽ ഇത് രണ്ടും ഒരു ടെർമിനലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് രണ്ടും ഒരേ ടെർമിനൽ തന്നെയാണ് ഓക്കെ 6 ഉം 3 പാരലൽ വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് 2 ഓം ആ കാണുന്ന 2ഉം ഈ കാണുന്ന 2ഉം കൂടെ സീരീസ് എഫക്റ്റീവ് 4 ഓം ആ കാണുന്ന 4ഉം ഈ കാണുന്ന 4ഉം കൂടെ പാരലൽ സോ 4ഉം 4ഉം പാരലൽ വന്നു കഴിഞ്ഞാൽ എഫക്റ്റീവ് 2 ഓം ഡിവൈഡ് ചെയ്യല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പാരലൽ എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ സോ ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഈസ് 2 ഓം നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് 2 വോൾട്ട് ആണ് സോ 2 വോൾട്ട് കറണ്ട് ഈസ് ഈക്വൽ ടു 1 ആംപിയർ സോ ദ ആൻസർ ഈസ് 1 ആംപിയർ ഓൾറൈറ്റ് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ക്വസ്റ്റ്യൻ നമ്പർ 5 23rd January shift 2 ഇതിന്റെ മുന്നേ കണ്ട 22nd January shift 2 സോ 22nd January shift 2 ഒരു ക്വസ്റ്റ്യൻ ആണ് കാരണം അതിന്റെ മുന്നത്തെ നിന്ന് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് 23rd January shift 1 നിന്ന് ഐ ഹോപ്പ് ക്വസ്റ്റ്യൻ ഇല്ല എന്ന് തോന്നുന്നു സോ 23rd January shift 2 a galvanometer having a coil of resistance 30 ohm
need 20 milliampere. അതായത് this is the galvanometer resistance, this is the 20 milliampere of current for full scale deflection എന്ന് വെച്ചാൽ full deflection current IG. ഇപ്പോൾ maximum current 3 ampere measure ചെയ്യണം എന്നായിരിക്കും പറയാൻ പോകുന്നത്. അതാണ് capital I. To be measured using this galvanometer, the resistance of the shunt to be added to the galvanometer should be 30 ohm by X, where X is. So shunt resistance in the formula IGG divided by I minus IG. IG എന്ന് പറയുന്നത് full deflection current ആണ് 20 milliampere. 20 into 10 raised to minus 3. G, capital G അല്ലെങ്കിൽ RG എന്ന് പറയുന്ന സാധനം galvanometer resistance ആണ്, which is 30 divided by I, which is the measure ചെയ്യേണ്ട ലിമിറ്റ് minus IG is milliampere ആയതുകൊണ്ട് 0.02. So 20 into 30, 2 into 3, 60, 600 into 10 raised to minus 3 divided by 2.98. Okay, so this is 600 divided by 298. What are 10 raised to minus 3? What are 10 raised to minus 2? That means 60 divided by 298. അഥവാ 30 divided by ഒരു 200 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 149. യെസ്, അതിനെയാണ് 30 by x എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് x is equal to 149. The correct answer is option 2. Moving on to the next question. 23rd January shift 2. അതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ഡയോഡുകളൊക്കെ കാണുന്നുണ്ട്. വാട്ട് ഈസ് ദ കറന്റ് ത്രൂ ദ ബാറ്ററി ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ? ഇവിടെ ബാറ്ററിയുടെ ടെർമിനൽസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് പോസിറ്റീവ് ആണെന്നും ഇത് നെഗറ്റീവ് ആണെന്നും മനസ്സിലാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയോഡ് എന്താണ്? പി എൻ ജംഗ്ഷൻസ് രണ്ടും ഫോർവേഡ് ബയസ് ആണ്. രണ്ടും ഫോർവേഡ് ബയസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഐഡിയൽ, അതായത് നോൺ ഐഡിയൽ, അതിൻ്റെ ത്രഷോൾഡ് വോൾട്ടേജോ മറ്റു കാര്യങ്ങളൊന്നും തരാത്തതുകൊണ്ട് ഐഡിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 റെസിസ്റ്റൻസ്. സോ ഈ കാണുന്ന 20യും ഈ കാണുന്ന 20യും പാരലൽ ആവും. സോ ദ ആർ എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു 10 ohm. ദാറ്റ് മീൻസ് കറണ്ട് ഐ ഈസ് ഈക്വൽ ടു 5 volt divided by 10 ohm. This is 0.5 ampere. So the correct answer is option 2. Moving on to the next one. 24th January shift 1. A wire of resistance 9 ohm is bent to form an equilateral triangle. Then the equivalent resistance across any two vertices will be 9 ohm ആണുള്ളത്. equilateral triangle എന്ന് പറഞ്ഞാൽ മൂന്നും ഈക്വൽ ആയിരിക്കണം. എന്ന് വെച്ചാൽ ഇത് 3 ohm, ഇത് 3 ohm, ഇത് 3 ohm. Across the equivalent resistance across any two vertices എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് 6, മറ്റേത് 3. 6 ഉം 3യും പാരലൽ ആവും. 6 into 3 by 6 plus 3, which is 18 divided by 9. ഇത് സ്ഥിരം കാണുന്ന നമ്പർ ആണ് കേട്ടോ. 6 ഉം 3യും. 6 into 3 by 6 plus 3 is 2 ohm. So the correct answer is 2 ohm. Numerical question ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ കഴിഞ്ഞത്? 24th January shift 1. 24th January shift 2 ക്വസ്റ്റ്യനിൽ നിന്ന് തോന്നുന്നു. 28th January shift 1. A wire of resistance capital R is bent into an equilateral triangle and an identical wire is bent into a square. The ratio of the resistance between the two end points of an edge of the triangle to that of the square is options below. So resistance capital R ഉള്ളത് ആദ്യം ഒരു equilateral triangle ആക്കി. That means R by 3, R by 3, R by 3. നമ്മളിങ്ങനെ കണക്ഷൻസ് കൊടുത്തു. ഇതിൻ്റെ എഫക്റ്റീവ് നമുക്ക് വേണം. അതിൻ്റെ എഫക്റ്റീവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് രണ്ടും സീരീസ് എന്ന് വെച്ചാൽ 2R/3 ഇൻറ്റു പാരലൽ R/3 ഡിവൈഡഡ് ബൈ 2R/3 പ്ലസ് R/3 ചെയ്ത് കഴിഞ്ഞാൽ 6 എന്ന് കിട്ടും. സോ ദിസ് ഇസ് ആക്ച്വലി 2/9R. ഇനി ഇതേ സാധനത്തിന് പിടിച്ച് നമ്മളൊരു സ്ക്വയർ ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ എഫക്റ്റീവ് ടോട്ടൽ റെസിസ്റ്റൻസ് 6 ആണ്. സോ R/4, 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 R/4. വൺസ് അഗെയിൻ ഒരു എഡ്ജിന് അക്രോസ് ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ കണക്ഷൻ കൊടുക്കുന്നത് ഇങ്ങനെ വരും. സോ ഇതിൻ്റെ എഫക്റ്റീവ് 3R/4 ഇൻറ്റു R/4 ഡിവൈഡഡ് ബൈ R. ദാറ്റ് മീൻസ് 3/16R. ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ, ഇത് സ്ക്വയറിൻ്റെതാണ്, ഇത് ട്രയാങ്കിളിൻ്റെതാണ്. ഓക്കെ, സോ ആദ്യം ട്രയാങ്കിൾ ടു ദാറ്റ് ഓഫ് ദ സ്ക്വയർ എന്നാണ് പറഞ്ഞുള്ളത്.
So triangle effective divided by square effective. Triangle effective നമുക്ക് എത്ര കിട്ടിയേ 2r by 9 divided by 3r by 16. So this is actually 2 into 16, 32 divided by 3 into 9, 27. 32 divided by 29, sorry, 27. 32 divided by 27. Right answer is option 3. Moving on to the next one. 28th January shift 1 ൽ തന്നെ വീണ്ടും question ഉണ്ട്. Find the equivalent resistance between two ends of the following circuit. So ഇത് കണ്ടു കഴിഞ്ഞാൽ സീരീസ് ആണോ പാരലൽ ആണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ടെർമിനൽസ് മാർക്ക് ചെയ്യുക. രണ്ട് എൻഡ് പോയിന്റ്സ് ഞാൻ എ ബി എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷോർട്ട് സർക്യൂട്ട് ചെയ്ത്, അതായത് നേരെ കണക്ഷൻ കൊടുത്തിട്ട് ഒരു ടെർമിനൽ ഉണ്ടെങ്കിൽ ദിസ് ഈസ് ഓൾസോ എ, ഈ ടെർമിനലും എ ആണ്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഉള്ളതാണ് ദിസ് ഈസ് ഓൾസോ ബി. നൗ ദിസ് റെസിസ്റ്റൻസ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ദിസ് ഈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി, ദിസ് ഈസ് ഓൾസോ ബിറ്റ്വീൻ എ ആൻഡ് ബി. ദാറ്റ് മീൻസ് ഈ കാണുന്ന മൂന്നും ടെർമിനൽസ് എക്കും ബിക്കും എക്രോസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, so the effective will be എത്രയാണോ അത് മൂന്നും r by 3 r by 3 r by 3 ആയതുകൊണ്ട് r by 3 divided by 3, so the answer is r by 9. So the correct answer is option 1, r by 9. Moving on to the next one. The value of current I in the electrical circuit as given below when the potential at A is equal to the potential at B will be blank ampere. ഒന്നുകൂടെ, the value of current I in the electrical circuit as given below. സർക്യൂട്ട് താഴെ തന്നിട്ടുണ്ട്. The value of current I in the electrical circuit. So ഇവിടുത്തെ കറണ്ട് ആണ് നമുക്ക് വേണ്ടത്. When the potential at A is equal to the potential at B. എയിലും ബിയിലും ഒരേ പൊട്ടൻഷ്യൽ ആവുക എന്ന് പറഞ്ഞാൽ വി എ വി ബി ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ദാറ്റ് മീൻസ് ദർ ഇസ് നോ കറണ്ട് പാസിംഗ് ത്രൂ 30 ohm. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ബാലൻസ്ഡ് ആയിരിക്കണം. അതായത് 10/20 ഇവിടുന്ന് അങ്ങോട്ട് നോക്ക്. P by Q is equal to R by S. So 10/20 is equal to R by 40. അവിടെ നമുക്ക് R എന്താന്ന് കിട്ടും? R is equal to 20 ohm എന്ന് കിട്ടും. This is also 20 ohm. ഇനി ഈ കാണുന്ന നടുക്കുള്ള കണക്ഷൻ നമ്മൾ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ 10 ഉം 20 ഉം സീരീസ്, താഴെയുള്ള 20 ഉം 40 ഉം സീരീസ്, അതായത് മുകളിൽ 30 പാരലൽ ആയിട്ട് താഴെ 60. ഓക്കെ, 30 into 60 divided by 30 plus 60 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ you get 20 ohm. So current is equal to input voltage 40 divided by resistance 20 ohm. So the current is 2 ampere. So the answer is 2. Okay, moving on to the next one. The difference of temperature in a material can convert heat energy into electrical energy. Okay, ഒന്നും കൂടെ എന്താ പറഞ്ഞത്? The difference of temperature in a material, അതായത് ഒരു മെറ്റീരിയലിന്റെ അപ്പുറപ്പുറമുള്ള ടെമ്പറേച്ചറിലെ ഡിഫറൻസ് can convert heat energy into electrical energy. ഹീറ്റ് എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കും. ആ ഒരു ഡിവൈസിനെ, അത് യൂട്ടിലൈസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസിനെ വിളിക്കുന്ന പേരാണ് തെർമോകപ്പിൾ. നമ്മൾ വോൾട്ടേജ് ആക്കി മാറ്റി കഴിഞ്ഞാൽ ആ വോൾട്ടേജ് യൂസ് ചെയ്ത് ടെമ്പറേച്ചർ ഡിഫറൻസ് മെഷർ ചെയ്യും. അതിനെയാണ് നമ്മൾ തെർമോസ്റ്റാറ്റ്, അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റ് എന്നല്ല, തെർമോകപ്പിൾ. അത് നമ്മൾ തെർമോസ്റ്റാറ്റുകളിൽ യൂസ് ചെയ്യാറുണ്ട്. മീൻസ് എ സിയിലൊക്കെ, എയർ കണ്ടീഷനിലൊക്കെ, കാറിലായാലും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലായാലും ഒക്കെ റൂമിലെ ടെമ്പറേച്ചർ എത്രയായി എന്നുള്ളത് കൃത്യമായി ഡിറ്റക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് കൂടിയാണ് തെർമോകപ്പിൾ. സോ തെർമോകപ്പിൾ കൺവേർട്സ് the phenomenon, Seebeck effect എന്നാണ് അതിന്റെ പേര്. The difference of temperature in a material can convert heat energy into electrical energy. Now to harvest the heat energy the material should have. സോ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ ഒരു തെർമോകപ്പിൾ ആണെങ്കിൽ ഇതിന് രണ്ട് എൻഡ്സ് ഉണ്ടാവും. അപ്പുറമുള്ള രണ്ട് എൻഡുകൾ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസിനെയാണ് ഇത് വോൾട്ടേജ് ആക്കി മാറ്റുന്നത്. സോ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് അങ്ങനെ നിലനിൽക്കണം എങ്കിൽ ഈ മെറ്റീരിയൽ നല്ല ഹീറ്റ് കണ്ടക്റ്റിംഗ് ആയിരിക്കരുത്. ഹീറ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള ടെമ്പറേച്ചർ അഥവാ ഹീറ്റ് എനർജി ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും, അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. സോ അത് ഫ്ലോ ചെയ്യാതിരിക്കണമെങ്കിൽ ആ ടെമ്പറേച്ചർ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, ടു മെയിൻറ്റെയിൻ temperature difference, the material should have low thermal conductivity. അതേപോലെ തന്നെ ഇനി അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ വോൾട്ടേജ് നമുക്കൊരു കറണ്ടായി പുറത്തെ സർക്യൂട്ടിലേക്ക് എടുക്കുമ്പോൾ ഇത് സർക്യൂട്ടിന്റെ ഒരു ഭാഗമാവും ഈ കാണുന്ന മെറ്റീരിയൽ. സോ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യണം. സോ ടു അലൗ ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ടു അലൗ കറണ്ട്, അതിന് ഹൈ അല്ലെങ്കിൽ ഒരു മിനിമം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി വേണം. ഓക്കെ, നൗ ഇതാണ് ആൻസർ. സോ ലോ തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇത് നമ്മൾ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു വിഷയമാണ്, പുറത്തുനിന്നുള്ളൊരു ചോദ്യമാണെന്ന് വേണമെങ്കിൽ പറയാം.
Okay, so the correct answer is option 4. Okay, I think that's the end of the discussion. So 11 ക്വസ്റ്റ്യൻസ് ആണ് കറന്റ് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ 10 ഷിഫ്റ്റുകളിൽ നിന്നായി ചോദിച്ചത്. അതിൽ തന്നെ ചില ഷിഫ്റ്റുകളിൽ 3ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം പല ഷിഫ്റ്റുകളിലും കറന്റ് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻ ഇല്ല. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ എന്ന് നമ്മൾ പറയുന്ന, മോസ്റ്റ് വെയിറ്റേജുള്ള ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ പോലും ഇതാണ് അവസ്ഥ. സോ ജെഇ മെയിൻസിന് എല്ലാ ചാപ്റ്ററുകളും പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അടുത്ത സെഷൻ ഏപ്രിലിൽ നടക്കുന്നതിലേക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ്, അതായത് എസ്പെഷ്യലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. ചാപ്റ്റർ പ്രത്യേകം സെലക്റ്റീവ് ആയിട്ടുള്ള ചാപ്റ്ററുകൾ എന്നുള്ളതിനേക്കാളും പറ്റുമെങ്കിൽ എല്ലാ ചാപ്റ്ററുകളും പഠിക്കാൻ തന്നെയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.